My dear students, today we will discuss about the elements of cost. What do you mean by elements of cost? Elements of cost are broad heads of cost involved in a product or service. There are three elements of cost: material, labor, expenses. Okay, so elements of cost is the analysis of the total cost into materials, labor and expenses. That's why we called it as an elements. So this is a chart and it shows the various elements of cost. First of all, the cost is divided into material, labor and expenses. And material again, direct material, indirect material, labor, direct labor, indirect labor, expenses, direct expenses and indirect expenses. And indirect expenses are further classified into factory work overhead, administration overhead, selling and distribution overhead. So matters of the substances are of two types: direct materials and indirect material. Direct material എന്നും indirect material എന്നും നമുക്ക് പറയാം. ഇനി direct material എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Direct material എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those material which can conveniently be identified with and allocated to a particular job, product or process. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഈ മെറ്റീരിയൽസ് നമുക്ക് വി ക്യാൻ അലോക്കേറ്റ് ഒരു പെർട്ടിക്കുലർ ജോബിലേക്കോ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്കോ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിലേക്കോ നമുക്ക് ഇവരെ കൺവീനിയൻ്റ്ലി ഐഡന്റിഫൈ ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? മെറ്റീരിയൽസ് ദാറ്റ് ബിക്കം പാർട്ട് ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ആർ കോൾഡ് ഡയറക്റ്റ് മെറ്റീരിയൽ. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് കോട്ടൺ ഇൻ ടെക്സ്റ്റൈൽ മിൽ ഒരു ഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയാം. ബ്രിക്ക് ഇൻഡസ്ട്രിയിൽ ക്ലേ ഒരു ഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയാം. ഷൂ ഇൻഡസ്ട്രിയിൽ ലെതർ ഒരു ഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയാം. ആൻഡ് സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനിയിൽ സ്റ്റീൽ ഒരു ഇതാണെന്ന് പറയാം. ദെൻ ക്ലോത്ത് ഇൻ ഗാർമെന്റിൽ ക്ലോത്ത് ഒരു ഇതാണെന്ന് പറയാം. ദെൻ ടിംബർ ഇൻ ഫർണിച്ചറിൽ ഗോൾഡ് ഓർ സിൽവർ ഇൻ ജ്വല്ലറി. ഇതൊക്കെ ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് പറയാൻ പറ്റും. ദെൻ അടുത്തത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽ വിച്ച് കനോട്ട് conveniently be identified with a particular product, job or process. Therefore, they cannot be allocated to a job or process. Generally, these do not form a part of the finished product. Examples of indirect material are oil, grease, lubricants, consumable stores, cleaning materials, cotton waste, coal, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി മെറ്റീരിയൽസ്. ഇതെല്ലാം നമുക്ക് ഒരു പാർട്ട് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആണെന്ന് പറയാം. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു മെഷീൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഓയിൽ വേണം, ഗ്രീസ് വേണം, ലൂബ്രിക്കൻസ് വേണം അല്ലേ, അല്ലെങ്കിൽ ക്ലീനിങ് മെറ്റീരിയൽസ് വേണം, കോട്ടൺ വേസ്റ്റ് വേണം. പക്ഷേ ഇതെല്ലാം തന്നെ നമുക്കൊരു ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വി ആർ യൂസിങ് ദിസ് ഫോർ എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് കനോട്ട് ബി അലോക്കേറ്റഡ് ടു എ ജോബ് ഓർ പ്രോസസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. മനസ്സിലായോ? അപ്പോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ടൈപ്സ് ആണ് വരുന്നത് എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ ആ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് മെറ്റീരിയലിന് ഹെഡിങ് കൊടുക്കുക. ആൻഡ് മെറ്റീരിയൽ ഈസ് ഓഫ് ടു ടൈപ്സ് എന്ന് പറയുക: ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽ വിച്ച് ക്യാൻ കൺവീനിയൻ്റ്ലി ബി ഐഡന്റിഫൈഡ് വിത്ത് ആൻഡ് അലോക്കേറ്റഡ് ടു എ പെർട്ടിക്കുലർ ജോബ്, പ്രോഡക്റ്റ് ഓർ പ്രോസസ്. In other words, material that become a part of the finished goods are called direct materials. Examples are cotton in textile mill, clay in bricks, leather in shoes, steel in machine, cloth in garment ഒക്കെ. Then indirect material എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ indirect materials are those material which cannot be conveniently identified with a particular product, job or process. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ വി വിൽ മൂവ് ടു അവർ നെക്സ്റ്റ് കോസ്റ്റ്, ദാറ്റ് ഈസ് ലേബർ. ഓക്കെ, അപ്പോൾ നമുക്ക് റോ മെറ്റീരിയലിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് ആക്കുമ്പോൾ ലോട്ട് ഓഫ് ഹ്യൂമൻ ഇഫോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. ഹ്യൂമൻ ഇഫോർട്ട് നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. സച്ച് ഹ്യൂമൻ ഇഫോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലേബർ എന്ന് വിളിക്കുന്നത്. സോ റെമ്യൂണറേഷൻ ഓൺ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് വേജസ് എന്ന് പറയാം. റെമ്യൂണറേഷൻ ഓൺ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് വേജസ്. സോ ലേബർ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. Direct labor is the labor which can conveniently be identified with a particular product, job or process. Direct labor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the labor which can conveniently be identified with a
particular product, job or process. Direct labor is directly engaged on production. പ്രൊഡക്ഷനിൽ ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്നുള്ള ലേബറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയറക്റ്റ്ലി എൻഗേജ്മെൻ്റ് ആണ് ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ വേജസ് പെയ്ഡ് ടു ദ വർക്കേഴ്സ് ഡയറക്റ്റ്ലി എൻഗേജ്ഡ് ഇൻ കൺവേർട്ടിംഗ് ദ റോ മെറ്റീരിയൽസ് ടു ദ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. കണ്ടോ? അപ്പോൾ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ വേജസ് paid to workers directly engaged in converting the raw materials into the finished products. Then indirect labor, it is the labor which is not directly engaged on production. It cannot conveniently be identified with a particular product, job or process. നമുക്കതൊരു കൺവീനിയൻ്റ്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ജോബ് ഓർ പ്രോസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ indirect labor includes the wages paid to cleaners, inspectors, foremen, storekeepers, supervisors, peon, watchmen, salesmen, directors. Indirect labor cost from a part of the manufacturing overhead. Then expenses എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ മെറ്റീരിയൽ നോക്കിയാൽ ഡയറക്റ്റ് മെറ്റീരിയൽ വന്നു, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വന്നു. ലേബർ നോക്കി അതിൽ ഡയറക്റ്റ് ലേബർ വന്നു, ഇൻഡയറക്റ്റ് ലേബർ വന്നു. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്പെൻസസ്. ഓൾ കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ ടേംഡ് ആസ് എക്സ്പെൻസസ്. മെറ്റീരിയലും ലേബറും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കോസ്റ്റിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നു. So expenses are of two types, direct expenses and indirect expenses. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആദ്യം എന്താണെന്ന് നോക്കാം. Direct expenses are those expenses which are neither direct material nor the direct labor. Okay, direct expenses എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Direct expenses are those expenses which are neither direct material nor direct labor, but are directly charged to the product or job process. And അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസിന് മറ്റൊരു പേരാണ്, ദാറ്റ് ഈസ് ചാർജബിൾ എക്സ്പെൻസസ് അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എക്സ്പെൻസസ് എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ദാറ്റ് ഈസ് സ്പെഷ്യൽ ഡ്രോയിങ്സ്, ഡിസൈൻസ്, പാറ്റേൺസ്, മോഡൽസ്, എക്സ്പെരിമെൻ്റൽ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പാറ്റേൺസ് ആൻഡ് റോയാലിറ്റീസ്, ട്രാവലിംഗ് എക്സ്പെൻസസ് ടു ദ സൈറ്റ്, കോസ്റ്റ് ഓഫ് റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റീവ് വർക്ക്, എക്സൈസ് ഡ്യൂട്ടി. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് എക്സ്പെൻസസ് ആർ നോട്ട് ടേക്കൺ ഇൻ ടു ദ അക്കൗണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ എ ജോബ്, ദേ ആർ അപ്പോർഷൻഡ് ടു ഓർ അബ്സോർബ്ഡ് ബൈ ദ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ്, റേറ്റ്സ്, ടാക്സസ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, ക്യാരേജ്, അഡ്വർടൈസിങ്, പവർ ആൻഡ് ലൈറ്റിംഗ്. ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നതാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദോസ് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ particular product or job. They are apportioned to or absorbed by cost centers or cost unit. They include all indirect costs other than indirect material and indirect labor. So എല്ലാ കോസ്റ്റും അതർ ദാൻ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ലേബറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നത്. ഇനി എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ്, റേറ്റ്സ്, ടാക്സസ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ക്യാരേജ്, അഡ്വർടൈസിങ്, പവർ ആൻഡ് ലൈറ്റിംഗ്. ഇതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നതാണ്. ദെൻ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹെഡ്സ് ആണ്. അപ്പോൾ ഓവർ ഹെഡ്സ് നമ്മൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് കഴിഞ്ഞു, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കഴിഞ്ഞു. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നതാണ് എന്തെല്ലാം? ഓവർ ഹെഡുകൾ. നമുക്കറിയാം ഓവർ ഹെഡ് തന്നെ പലതരത്തിലുണ്ട്. ഏതൊക്കെ? ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഫാക്ടറി ഓവർ ഹെഡ് എന്താണെന്ന് നോക്കാം. ഓവർ ഹെഡ് ആർ ഇൻഡയറക്റ്റ് ചാർജസ്. ഇൻഡയറക്റ്റ് ചാർജസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവർ ഹെഡ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദീസ് ആർ ദ അഗ്രഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, indirect labor cost and indirect expenses. These are operating expenses. Overhead cannot be conveniently and directly charged to the specific cost centers or cost unit. These are to be apportioned or absorbed.
overheads are also called on cost. They are sometimes called burden. ഇനി ഈ ഓവർഹെഡ്സിനെ സംടൈം നമ്മൾ എന്ത് വിളിക്കുന്നു, ഓൺ കോസ്റ്റ് എന്നും വിളിക്കാം, അതുപോലെ ബർഡൻ എന്നും വിളിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ബിക്കോസ് these are the aggregate of indirect material cost, indirect labor cost and indirect expenses. അതുകൊണ്ട് തന്നെ ഇത് എന്ത് എക്സ്പെൻസസ് ആണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. സോ ഇൻഡയറക്റ്റ് അക്കോർഡിംഗ് ഓവർഹെഡിനെ നമുക്ക് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നന്നായിട്ട് പഠിക്കണം. ഓവർഹെഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4, നെയിംലി ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇനി ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദീസ് ആർ ഇൻഡയറക്റ്റ് ചാർജസ് ഇൻക്വേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായിട്ട് കണക്ട് ചെയ്തപ്പെട്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാക്ടറി ഓവർഹെഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഫാക്ടറി. കണ്ടോ, ഫാക്ടറി ഓവർഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തെല്ലാമാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, indirect expenses in producing the goods or services in the factory. ഫാക്ടറി ഓവർഹെഡിനെ നമുക്ക് മറ്റൊരു പേരും കൂടി വിളിക്കാം. അതാണ് എന്ത്? വർക്ക്സ് ഓവർഹെഡ്. എക്സാമ്പിൾസ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ആർ കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ഫാക്ടറി റെന്റ്, പ്ലാന്റ് ഡിപ്രീസിയേഷൻ, റിപ്പയർസ് ടു മെഷീനറി ആൻഡ് ഫാക്ടറി ബിൽഡിംഗ്, ഫാക്ടറി ഇൻഷുറൻസ്, ഡ്രോയിങ്, ഓഫീസ് സാലറീസ്, കോൾ, ഗ്യാസ്, പവർ എക്സെട്ര. ഇതെല്ലാം എന്താണ്? എക്സാമ്പിൾസ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ആണ്. ദെൻ ഓഫീസ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദീസ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻക്വേർഡ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്, പ്ലാനിംഗ്, controlling, directing and motivating the personnel of an organization. So these are the costs incurred in connection with the management and administration of an enterprise. And മാനേജ്മെന്റ് അത് എന്തെല്ലാം എക്സ്പെൻസസ് ആണോ മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻ എന്റർപ്രൈസിന് വേണ്ടിയിട്ട് ഇൻക്വയർ ചെയ്യുന്നത്, അതിനെല്ലാം തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓഫീസ് ഓവർഹെഡ് എന്ന് വിളിക്കുന്നു. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ദ ഓഫീസ് ഓവർഹെഡ് നമുക്ക് എന്തൊക്കെ പറയാം? ഓഫീസ് റെന്റ്, ഓഫീസ് സാലറി, പോസ്റ്റേജ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ലീഗൽ ചാർജസ്, ഓഡിറ്റ് ഫീസ്, accountant salary, office lighting and heating, depreciation of furniture, telephone charges, directors fees, etc. Selling overhead എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? These are indirect expenses incurred for the purpose of promoting sales, creating and stimulating and demand the retaining the customers. അപ്പോൾ ഏതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണോ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യാനും കസ്റ്റമേഴ്സിനെ റിറ്റെയിൻ ചെയ്യാനും ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഇൻക്വയർ ചെയ്യുന്നത്, ആ കോസ്റ്റിന് നമ്മൾ എന്ത് വിളിക്കുന്നു? സെല്ലിംഗ് ഓവർഹെഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻക്വയർഡ് ഫോർ ദ പർപ്പസ് ഓഫ് promoting sales, creating and stimulating the demand and retaining the customers. Examples of such expenses are advertising, salesman salary and commission. Any bad debts, market research, traveler salary, sales office and showroom expenses, sales manager salary, സാമ്പിൾ ഫ്രീ ഗിഫ്റ്റ്, ആഫ്റ്റർ സെയിൽ സർവീസ് എക്സ്പെൻസസ്, ഇതെല്ലാം എന്തിൽ വരുന്നതാ? സെല്ലിംഗ് ഓവർഹെഡിൽ വരുന്നതാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ദീസ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് incurred from the time of the product are completed in the factory. These are the cost of moving the goods from factory to the place of consumers. Examples of distribution overhead are godown rent, warehouse staff salary, packing expenses, delivery van expenses, carriage outward, ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതെല്ലാം തന്നെ എന്തിൽ പെടുന്നതാ? ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ പെടുന്നതാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻക്വേർഡ് ഫ്രം ദ ടൈം ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ദീസ് ആർ ദ കോസ്റ്റ് ഓഫ് മൂവിംഗ് ദ ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു ദ പ്ലേസ് ഓഫ് ദ കസ്റ്റമേഴ്സ്. എക്സാമ്പിൾസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാം? ഗോഡൗൺ റെന്റ്, വെയർഹൗസ് സ്റ്റാഫ് സാലറി,
പാക്കിംഗ് എക്സ്പെൻസസ്, ഡെലിവറി വാൻ എക്സ്പെൻസസ്, ക്യാരേജ് ഔട്ട്വേർഡ്, ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ വരുന്നതാണ്. ദെൻ ഡിവിഷൻസ് ഓർ കമ്പോണൻസ് ഓഫ് കോസ്റ്റ്. ബൈ ഗ്രൂപ്പിംഗ് ദ വേരിയസ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് നമുക്ക് ഫോളോയിങ് ഡിവിഷൻസ് ഓർ കമ്പോണൻസ് ഓഫ് കോസ്റ്റിന്റെ എന്തെല്ലാമാണത്? പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ്. ഡിവിഷൻസ് ഓർ കമ്പോണന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ഇനി എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് നോക്കാം. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഓഫ് 3 ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ 3 ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റിന്റെ സം ടോട്ടൽ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ പ്രൈം കോസ്റ്റ് ഇസ് ദ അഗ്രഗേറ്റ് ഓഫ് ഓൾ ദ ഡയറക്റ്റ് എലമെന്റ്സ് ഓഫ് ദ കോസ്റ്റ്. ഇതിന് പറയുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? ക്യാൻ ബി കോൾഡ് ആസ് ഫസ്റ്റ് കോസ്റ്റ്, ബേസിക് കോസ്റ്റ്, ഫൗണ്ടേഷൻ കോസ്റ്റ്. പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് ഹെഡ്. അതാണ് എന്ത്? പ്രൈം കോസ്റ്റ്. ദെൻ അടുത്തത് ഫാക്ടറി കോസ്റ്റ് എന്താണ്? ദിസ് ഈസ് ദ ടോട്ടൽ ഓഫ് പ്രൈം കോസ്റ്റ് ആൻഡ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ആക്ച്വൽ എക്സ്പെൻസസ് ദാറ്റ് ആർ ഇൻകോർഡ് ഇൻ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കുന്നത് വരെയുള്ള ആക്ച്വൽ എക്സ്പെൻസസിനെ എല്ലാം തന്നെ നമ്മൾ എന്ത് വിളിക്കാം? ഫാക്ടറി കോസ്റ്റ് എന്ന് വിളിക്കാം. ഫാക്ടറി കോസ്റ്റിന്റെ മറ്റൊരു പേരാണ് വർക്ക് കോസ്റ്റ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓർ വർക്ക്സ് ഓവർഹെഡ്. ദെൻ അടുത്തത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ളതാണ്. ദിസ് ഇസ് ദ അഗ്രഗേറ്റ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആൻഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അത് ഫാക്ടറി കോസ്റ്റിന്റെയും ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിന്റെയും അഗ്രഗേറ്റ് സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഓഫീസ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓഫീസ് കോസ്റ്റ്. ദെൻ അപ്പോൾ നമ്മൾ പ്രൈം കോസ്റ്റ് എന്താണെന്ന് നോക്കി, ഫാക്ടറി കോസ്റ്റ് എന്താണെന്ന് നോക്കി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കി. ഇനി അടുത്തതാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആർ ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് ടോട്ടൽ കോസ്റ്റ്. സോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ടോട്ടൽ കോസ്റ്റ് അഥവാ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് വിളിക്കുന്നു. ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഫോളോയിങ് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക് കോസ്റ്റ് കിട്ടുന്നു. വർക്ക് കോസ്റ്റിന്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ഹയറാക്കി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഏതൊക്കെ ഹെഡുകളാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും നന്നായിട്ട് പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിട്ട് പറയുക? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്രൈം കോസ്റ്റ് ആണ് എന്ന് പഠിച്ച് വെക്കുക. I hope you well understand the class. If you have any doubts and queries, you can ask me through our WhatsApp group. Okay, all thank you.